ഹലോ, വെൽക്കം ടു ഡേ 1 ഓഫ് മൈ ദുബായ് വിസ ചേഞ്ചിങ് പ്രോസസ്സ്. അപ്പം വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് വന്ന ശേഷം വിസ എക്സ്പയർ ആവാറായപ്പം ഒമാനിലേക്ക് പോയിട്ടാണ് ഞാൻ വിസ പുതുക്കിയത്. അപ്പം അതും ബസ്സിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ നിന്നപ്പം ഒരു ട്രാവൽസുമായി കോൺടാക്റ്റ് ചെയ്തു. അവർ ബസ് ടിക്കറ്റ് എടുത്ത് തന്നു, ഒമാൻ വിസ എടുത്ത് തന്നു. എന്നിട്ട് മൺഡേ രാവിലെ ഒരു 7 മണിയാകുമ്പം കറാമയിലേക്ക് എത്താനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കറാമയിലെത്തി. 7 മണിക്ക് എത്തി. പക്ഷേ ബസ് നല്ല ലേറ്റ് ആയിരുന്നു. ബസ് ഏകദേശം ഒരു 8 മണി ആവാറായപ്പോഴാണ് എത്തിയത്. അതിനുശേഷം അവർ നമ്പർ എടുത്തു, പാസ്പോർട്ട് ചെക്ക് ചെയ്തു, അങ്ങനെയൊക്കെ സീറ്റൊക്കെ റെഡിയാക്കി ഞങ്ങൾ ബസ്സിൽ കയറി. അതിനുശേഷം പിന്നെ ഒരു 45 മിനിറ്റ്സ് പോയതിന് ശേഷം വീണ്ടും അവർ ബസ് സ്റ്റോപ്പ് ചെയ്തു. അവിടെ ഒരു ഫ്രീ ടൈം, അതായത് നമുക്ക് ചായ കുടിക്കാൻ അതിനൊക്കെ ഒരു ടൈമാണ് അവർ തന്നത്. അതും ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു. നല്ല ഡിലേ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെയും നമ്മൾ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒമാൻ ബോർഡറിലെത്തിയത്. അവിടുന്ന് വേഗം തന്നെ എക്സിറ്റ് അടിച്ചു. എക്സിറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നല്ലോണം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ തൊട്ട് മുമ്പിലും വേറെയും ഒരുപാട് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് 1 ബൈ 1 ആയിട്ടാണ് ഓരോ ബസ്സിനെയും കടത്തി വിടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് അടിച്ചതിന് ശേഷം പിന്നെയും കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ തന്നെ നമുക്കവിടെ എൻട്രീൻ്റെതുണ്ട്. അപ്പോൾ അവിടുന്ന് ഒമാനിലേക്ക് എൻട്രി ചെയ്തു. അതിനുശേഷം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ലഗേജൊക്കെ നമ്മളെ ചെക്കിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തേരം അവർ നമ്മളൊരു അക്കോമഡേഷനിലാക്കി. ആ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ല സെറ്റപ്പുള്ള റൂമൊന്നും ആയിരുന്നില്ല. ഒരു വലിയൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിൽ ഓരോ റൂമിലും ഒരു 5-6 ഡോർമെറ്ററി ടൈപ്പ് ബെഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ മെൻസിന് വേറെയും ലേഡീസിന് വേറെ ആയിട്ടുള്ളതാണ് റൂംസ് അവിടെ ഉള്ളത്. ഫസ്റ്റ് ഫ്ലോർ ഫുള്ളും ഫീമെയിലിനും, പിന്നെ സെക്കൻഡ് തേർഡ് ഫ്ലോറൊക്കെ ആയിട്ട് മെയിലിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് മറ്റൊരു ബിൽഡിങ്ങിലാണ് നമ്മൾ ഒരൊറ്റ റെസ്റ്റോറൻറ്റേ ഉള്ളൂ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. ഫുഡൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ഫുഡ് തന്നെയായിരുന്നു. ഒമാൻ ട്രിപ്പ് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ കണ്ടപ്പോൾ ഏകദേശം അന്ന് തന്നെ തിരിച്ച് പോരാന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ നമുക്കന്ന് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു.